അഭിമന്യ സദസ്സിന് സാദരം കൂപ്പുകയും കേരള ചരിത്രത്തിന്റെ താളുകൾ മടിക്കുമ്പോൾ ചുടുചോരയുടെ ചുവപ്പ് നിറവും മനുഷ്യ മാംസത്തിന്റെ മണമുള്ളതും കണ്ണുനീരിന്റെ കറപുരണ്ട് നനഞ്ഞു കുതിർന്നതുമായ കുറെ കടലാസ കൃഷ്ണങ്ങൾ കാണാം. അതിനു പിന്നിൽ ഒരു ശോകപൂർണമായ കഥയുണ്ട്. കിരാതമായ നരവേട്ടയുടെ വേദനിപ്പിക്കുന്ന കഥ. വർഷങ്ങൾക്ക് മുൻപ് മണ്ണിന്റെ മാദകമായ മണവും മധുരശക്തിയുള്ള മന്ദഹാസവും മലയാള മണ്ണിന്റെ മനുഷ്യ ലക്ഷ്യങ്ങളെ മാടി വിളിച്ചപ്പോൾ മലമ്പനിയോടും മലമ്പാമ്പിനോടും മല്ലിട്ട് മജ്ജയും മാംസവും മരവിപ്പിക്കുന്ന മകരമാസത്തിലെ മഞ്ഞും മഴയും സഹിച്ച് മലയോര കർഷകരെ മരണത്തിന് മടിത്തട്ടിലേക്ക് മലർത്തിയെറിഞ്ഞ മനുഷ്യ രാക്ഷസന്മാരുടെ കഥയാണിത്. കാലത്തിന്റെ ചുമരെഴുത്തുകൾ നാം മനസ്സിലാക്കണം എന്നാണ് സാധാരണ നാം പറയാറുള്ളത്. സത്യത്തിനു വേണ്ടി, സമത്വത്തിനു വേണ്ടി, സാഹോദര്യത്തിനു വേണ്ടി നെഞ്ചുറപ്പോടെ, നിശ്ചയദാർഢ്യത്തോടെ, കാലുറപ്പോടെ, കരളുറപ്പോടെ ചില കാര്യങ്ങളിൽ പ്രവേശിക്കുവാനും ചിലത് പ്രവർത്തിക്കാനുമുണ്ട്. അങ്ങനെ പ്രവേശിക്കേണ്ട, പ്രവർത്തിക്കേണ്ട കാലമാണിത്. നമ്മുടെ നാട്ടിലെ പരിവർത്തനങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് ആരംഭിക്കണം. ഒരു പരിഷ്കാരത്തിന്റെ, പരിവർത്തനത്തിന്റെ, സാമൂഹിക സാംസ്കാരിക വിപ്ലവത്തിന്റെ വ്യക്തമായ പ്രഭാവം ഇവിടെ ഉണ്ടാവണം. അതിന് ആധുനിക ലോകത്തിലെ കരുത്തുറ്റ വ്യക്തികൾ ശക്തിയാർജിക്കണം. നഗരങ്ങളും ഗ്രാമങ്ങളും കൈകോർക്കണം. അതിന് ആളുകളോട് തലവെട്ടണമെന്നല്ല പറയുന്നത്, മറിച്ച് സ്നേഹബന്ധത്തിലൂടെ അത് സാധിക്കണം. സാഹോദര്യത്തിന് ദാഹിക്കുവിൻ, സമത്വത്തിനു വേണ്ടി സംഘടിക്കുവിൻ, സ്വാതന്ത്ര്യത്തിനു വേണ്ടി ശബ്ദമുയർത്തുവിൻ. നന്ദി, നമസ്കാരം.